കൂത്തുപറമ്പ് മാങ്ങാട്ടിടം പഞ്ചായത്ത് ആയിത്തറയിൽ സ്റ്റേഡിയത്തിനായി വാങ്ങിയ സ്ഥലത്ത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക കളിസ്ഥല നിർമ്മാണം പ്രവൃത്തി പുരോഗമിക്കുന്നു. 4 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം കോംപ്ലക്സ് പദ്ധതിയുടെ പ്രാഥമികമായാണ് കളിക്കളം നിർമ്മാണം. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തും ജനകീയ കമ്മിറ്റിയും കൈകോർത്തപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കായിക പ്രേമികളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് ജനകീയ കമ്മിറ്റിയും ഒത്തൊരുമിച്ചതോടെ ആയിത്തറയിലെ വിശാലമായ 4 ഏക്കർ ഭൂമിയിൽ ഒരുങ്ങുന്നത് കായിക പ്രേമികളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ്. നിലവിൽ പല കായിക വിനോദ മത്സരങ്ങൾക്കും ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. സ്വന്തമായി ഒരു കളിസ്ഥലമെന്ന ഈ വലിയ സ്വപ്നമാണ് ഇനി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. ആയിത്തറയിൽ ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ 2022 ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. പൊതുജനങ്ങളിൽ നിന്നും മറ്റും സാമ്പത്തിക സമാഹരണം നടത്തി കളിസ്ഥലത്തേക്കുള്ള റോഡിനായുള്ള സ്ഥലം വിലക്കെടുത്ത് പഞ്ചായത്തിന്റെ പേരിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്തു നൽകി. ഷാജി കരിപ്പായ് ചെയർമാനും N നന്ദന കൺവീനറുമായ 26 അംഗങ്ങളുടെ കമ്മിറ്റിയാണ് കളിക്കള നിർമ്മാണ പ്രവൃത്തിക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിരവധി പ്രശ്നങ്ങളെ നേരിട്ടാണ് ഇന്ന് നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതെന്ന് ഷാജി കരിപ്പായ് പറഞ്ഞു. ഭൂമിയുടെ വാല്യുവേഷൻ ഒരു പ്രശ്നമായിരുന്നു. ഭൂമിക്ക് രേഖ സംബന്ധിച്ച ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ളത് ജനകീയ കമ്മിറ്റി എന്ന നിലയിലാണ്. അതിനും ഏതാണ്ട് 1-2 ലക്ഷം രൂപയോളം ജനകീയ കമ്മിറ്റിക്ക് ചിലവായിട്ടുണ്ട്. അതായത് ഭൂമിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നൂലാമാലകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവിടെ നമ്മളിപ്പം പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് സെന്റിന് 19,000 രൂപ എന്ന നിലയിലാണ് ഭൂമി, 4 ഏക്കർ ഭൂമി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യുവേഷൻ സംബന്ധിച്ച് വരുമ്പോൾ ഇതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായി ഭൂമി രജിസ്റ്റർ ചെയ്യുന്നവരെ കൊണ്ട് ഈ വില കാണിച്ച് അതിനാവശ്യമായിട്ടുള്ള ടാക്സും മറ്റും കൂടുതൽ ജനകീയ കമ്മിറ്റിയുടെ സഹായത്തോടെ നൽകി അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം സംഘടിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യുവേഷൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. താൽക്കാലിക കളിസ്ഥല നിർമ്മാണത്തിന് ശേഷം ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം കോംപ്ലക്സ് ആണ് ഇവിടെ ഘട്ടം ഘട്ടമായി സജ്ജമാവുക. ആദ്യഘട്ടത്തിൽ കളിസ്ഥലം എന്ന സ്വപ്നത്തിന് സ്ഥലം കണ്ടെത്തുകയെന്ന കടമ്പ ഏറെ കൈപ്പേറിയതായിരുന്നു. സ്റ്റേഡിയത്തിനായി പല സ്ഥല ഉടമകളെയും സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നീടാണ് നീർവേലി ആയിത്തറ മാലൂർ റോഡിന് സമീപത്തായി അനുയോജ്യമായ 4 ഏക്കർ സ്ഥലം വിലക്കു നൽകാൻ ഉടമകൾ തയ്യാറായത്. സ്ഥലത്തേക്ക് വരാൻ റോഡില്ലാതായതോടെയാണ് നാട്ടുകാരുടെ കൂടെ സഹകരണവും എത്തിയത്. പിന്നീട് 2023-24 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 30 ലക്ഷവും മാങ്ങാട്ടിടം പഞ്ചായത്ത് 35 ലക്ഷവും ജനകീയ കമ്മിറ്റിയുടെ 15 ലക്ഷവും രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് നിലവിൽ. രൂപരേഖയായാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ടുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് കായിക പ്രേമികളും.